വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററിലെ സ്പെഷ്യൽ എക്സ്പ്രഷൻസ് എന്നുള്ള സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ റെക്ടാങ്കിളിനെ 1 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ന്യൂ റെക്ടാങ്കിൾ ഫോം ചെയ്തു. അതിന്റെ പെരിമീറ്റർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം ജനറൽ ആയിട്ട് പറഞ്ഞു, ഓൾഡ് റെക്ടാങ്കിളിന്റെ സൈഡ്സിനെ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ന്യൂ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x + 4 ആണത്. So, perimeter P of x is equal to 4x plus 4. ഇവിടെ വരുന്ന വേരിയബിൾ x ആയതുകൊണ്ടാണ് നമ്മളിവിടെ P of x എന്ന് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്തു. റെക്ടാങ്കിളിന്റെ ലെങ്ത് x + 1 ബ്രെഡ്ത്ത് x + 1 ആക്കി എടുത്തുകൊണ്ട് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് A of x is equal to length into breadth, that is x + 1 into x + 1, that is equal to x² + 2x + 1. ഇവിടെ വരുന്ന വേരിയബിളും x തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഏരിയ A of x is equal to x² + 2x + 1. അതായത് ഓൾജിബ്ര എക്സ്പ്രഷനിലെ അഡീഷനും സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഓൾജിബ്ര എക്സ്പ്രഷനെ വിളിക്കാം പോളിനോമിയൽസ് എന്ന്. അതായത് പോളിനോമിയൽസിന് എക്സാമ്പിൾ ആണ് P of x is equal to 4x + 4 അതേപോലെ തന്നെ A of x is equal to x² + 2x + 1. ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു പോളിനോമിയൽ എഴുതാം, x² - 5x + 2. ഇവിടെയും x² - 5x + 2 വരുന്ന വേരിയബിൾ x തന്നെയാണ്. സോ ഇതിനെ നമുക്ക് വേണമെങ്കിൽ s of s കൊടുക്കാം. ഓക്കെ, പോളിനോമിയൽസിന് എക്സാമ്പിൾ ആണ്. ഇവിടെ വരുന്ന പ്രത്യേകതകൾ എന്താണെന്ന് നോക്കൂ. വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ കൂടെ വരുന്ന 4 നമ്മൾ 7th പഠിച്ചിട്ടുണ്ട്, കോവിഷ്യന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. സോ 4x + 4 എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം. അടുത്തത് നോക്കാം, x² + 2x + 1 ആണ്. വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 2ഉം x²ന്റെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 1ഉമാണ്. എക്സിന്റെ പവർ ദാറ്റ് മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ വരുന്ന എക്സിന്റെ പവർ ദാറ്റ് മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഏറ്റവും വലിയ പവർ ദാറ്റ് മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, എക്സിന്റെ പവർ 1ഉം എക്സിന്റെ പവർ 2ഉമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇതുപോലെ നമുക്കൊരു തേർഡ് ഡിഗ്രി പോളിനോമിയലോ അതേപോലെ തന്നെ ഫോർത്ത് ഡിഗ്രി പോളിനോമിയലൊക്കെ എഴുതാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, x⁴ - 5x³ + 3x + 1. ഇവിടെ എക്സിന് പവർ 1 ആണ്, എക്സിന് പവർ 3 ആണ്, എക്സിന് പവർ 4 ആണ്. കോഫിഷ്യൻസ് നോക്കാം, എക്സിന്റെ കോഫിഷ്യന്റ് 3ഉം x³ കോഫിഷ്യന്റ് -5ഉം x⁴ കോഫിഷ്യന്റ് 1ഉമാണ്. ഇവിടെ വരുന്ന വേരിയബിൾ എക്സിന്റെ ഏറ്റവും വലിയ പവർ ദാറ്റ് മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് മീൻസ് ഇതൊരു ഫോർത്ത് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ P of x is equal to x⁴ - 5x³ + 3x + 1 is a fourth degree polynomial. അടുത്തതായി പോളിനോമിയലിന്റെ ജനറൽ ഫോം നോക്കാം. P of x is equal to ax + b. ഇവിടെ വരുന്ന വേരിയബിൾ x ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് a ആണ്. ഓക്കെ, വേരിയബിൾ x ആയതുകൊണ്ട് തന്നെ നമുക്ക് P of x എന്ന് എഴുതാം. എക്സിന്റെ പവർ ദാറ്റ് മീൻസ് ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. എക്സിന്റെ കോഫിഷ്യന്റ് a ആണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി a എന്ന് പറയുന്നത് 0 ആവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 0 × x ദാറ്റ് ഈസ് 0 ആയിരിക്കും. 0 + b എന്ന് പറയുന്നത് b ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ b എന്ന് പറയുന്ന കോൺസ്റ്റന്റ് x ഉണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് എക്സിന് പവർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും ഒരു കോൺസ്റ്റന്റ് മാത്രമായിരിക്കും. നമുക്ക് ഫസ്റ്റ് ഡിഗ്രിന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രിന്നോ ഒന്നും പറയാനായിട്ട് ഇവിടെ സാധിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എയും ബിയും കോൺസ്റ്റന്റ് ആണ്. എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടി നമ്മൾ പറയേണ്ടതായിട്ട് വരും. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് ax + b. ഇതിന് എയും ബിയും കോൺസ്റ്റന്റ്സ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് a ആണ്. a 0 ആവുകയാണെങ്കിൽ ഇത് b എന്ന കോൺസ്റ്റന്റ് മാത്രമായിട്ട് മാറും. അതുകൊണ്ട് a ഒരിക്കലും 0 ആവാൻ പാടില്ല. ഇനി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നോക്കാം. P of x is equal to ax² + bx + c. ഇവിടെ വരുന്ന വേരിയബിൾ x ആണ്. സോ P of x എന്ന് കൊടുക്കാം. ദെൻ എക്സിന്റെ കോഫിഷ്യന്റ് b
എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് എ. ദാറ്റ് മീൻസ് എ ബി സി കോൺസ്റ്റന്റ്സ് ആണ്. ഇനി എക്സിന്റെ പവർ നോക്കാം. എക്സിന്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ വരുന്ന എക്സിന്റെ പവർ 2 ആണ്. ഏറ്റവും വലിയ പവർ 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയാം. ഇവിടെ വരുന്ന അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഒരിക്കലും 0 ആവാൻ പാടില്ല എന്നുള്ളതാണ്. എ 0 ആവുകയാണെങ്കിൽ 0 ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 0 ആയി പോകും. ഈ ഒരു ടേം ഫുൾ ആയിട്ട് 0 ആയിട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് കിട്ടുന്നത് ബി എക്സ് പ്ലസ് സി ആണ്. ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി പോലെ തന്നെയല്ലേ. സോ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആവും. അപ്പോൾ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. ദെൻ നെക്സ്റ്റ് നോക്കാം. എ എക്സ് ക്യൂ പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് സി, എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ് ബി, എക്സ് ക്യൂബിന്റെ കോഫിഷ്യന്റ് എ. എക്സിന്റെ പവർ 1, എക്സിന്റെ പവർ 2, എക്സിന്റെ പവർ 3. ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുക. തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആവണമെങ്കിൽ എക്സ് ക്യൂബിന്റെ കോഫിഷ്യന്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. അടുത്തതായി വേരിയബിൾ എക്സ് ആയി വരുന്ന കുറച്ച് പോളിനോമിയൽസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ദെൻ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു -2, then p of x is equal to x raised to 5/4, p of x is equal to 4/x raised to 5, p of x is equal to √2x, p of x is equal to 2√x. ചെറിയ വേരിയേഷൻസ് വരുത്തിക്കൊണ്ട് 6 പോളിനോമിയൽസ് എഴുതിയിട്ടുണ്ട്. ഈ 6 പോളിനോമിയൽസിൽ ഏതൊക്കെയാണ് പോളിനോമിയൽ ആവുന്നത്, ഏതൊക്കെയാണ് പോളിനോമിയൽ ആവാത്തത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. p of x is equal to x square. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് 1 ആണ്. എക്സിന്റെ പവർ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു -2. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് 1 ആണ്. എക്സിന്റെ പവർ എന്ന് പറയുന്നത് -2 ആണ്. അത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. -2 എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണ്. നെഗറ്റീവ് നമ്പർ എക്സ്പോണന്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഓൾജിബ്രൈക് എക്സ്പ്രഷനെ ഒരു പോളിനോമിയൽ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു -2 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 5/4. എക്സ് ആണ് വരുന്ന വേരിയബിൾ. എക്സിന്റെ പവർ എന്ന് പറയുന്നത് 5 ആണ്. കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 1/4 ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് 1 ഉണ്ട്, ദെൻ /4 കൂടിയിട്ട് ദാറ്റ് മീൻസ് 1/4 ആണ് കോഫിഷ്യന്റ്. പവർ എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു 5th ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാം. സോ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു 5th ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് നോക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/x റേസ് ടു 5. ഇവിടെ 4 ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. വരുന്ന വേരിയബിൾ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ വേരിയബിൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. ന്യൂമറേറ്ററിൽ 4 മാത്രമേ ഉള്ളൂ. എക്സ് വെച്ച് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ് റേസ് ടു 5 ഡിനോമിനേറ്ററിൽ വരുന്നത് നമുക്ക് പറയാം ഇതൊരു പോളിനോമിയൽ അല്ല എന്നുള്ളത്. സോ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4/x റേസ് ടു 5 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല. ഓക്കെ, then next one, p of x is equal to √2 into x. ഇവിടെ √2 എന്ന് പറയുന്ന ഒരു നമ്പർ വന്നിട്ടുണ്ട്, നമ്പർ ഉണ്ട്. √2 നമുക്കറിയാം 1.414 ആണ്. സോ എക്സ് ആണ് വരുന്ന വേരിയബിൾ. എക്സിന്റെ പവർ 1 ആണ്. എക്സിന്റെ കോഫിഷ്യന്റ് √2 ആണ്. ദാറ്റ് മീൻസ് 1.414 ആണ്. സോ 1.414 x റേസ് ടു 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ശരിയല്ല, എക്സിന്റെ പവർ ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പറയാം √2x എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2√x. 2√x എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 നമ്മൾ ആദ്യം എഴുതും, എക്സ് കൊടുക്കുന്നു, റൂട്ട് ഉണ്ട് എന്നുള്ളതിനർത്ഥം പവറാക്കി എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് 1/2 എന്നാണ്. ശരിയല്ലേ? So p of x is equal to 2√x means 2 into x raised to 1/2. x raised to 1/2 എന്ന് പറയുമ്പോൾ പവറിൽ വരുന്നത് 1/2 ആണ്. അതായത് എക്സ്പോണന്റിൽ 1/2 ആണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം
2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 അല്ലെങ്കിൽ 2 റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം എന്നുള്ളത്. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്, എക്സിന്റെ പവർ 1 ആണ്. അപ്പോൾ അതൊക്കെ എന്തായി? ഒരു പോളിനോമിയലായി. ഇവിടെ എക്സ് റേസ് ടു -2 എന്ന് വരുമ്പോഴും എക്സ് റേസ് ടു 1/2 വരുന്നത്, ദാറ്റ് മീൻസ് റൂട്ട് എക്സ് വരുമ്പോഴെല്ലാം ഒരു പോളിനോമിയൽ അല്ല എന്നുള്ള ജനറലൈസേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയത്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ആവാതിരിക്കാനുള്ള കേസസ് എന്ന് പറയുന്നത് ഒന്നുകിൽ എക്സ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലായിട്ട് വരിക, അല്ലെങ്കിൽ എക്സിന്റെ പവർ മൈനസ് വാല്യൂ ആയിട്ട് വരിക, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് റൂട്ടിന്റെ ഉള്ളിലായിരിക്കാം, അതായത് എക്സ് റേസ് ടു 1/2 ആയിട്ട് വരിക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം ഒരു പോളിനോമിയൽ അല്ലാത്ത കേസുകളാണ് ഇതെന്ന്. ഓക്കെ, അതായത് ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് എല്ലാം ഒരു പോളിനോമിയലിന്റെ എക്സാമ്പിൾ ആണ് എന്നുള്ളതും, എക്സിന്റെ പവറിന് നെഗറ്റീവ് വാല്യൂസ് ആവുക, ഡിനോമിനേറ്ററിൽ എക്സ് വരിക, എക്സിന്റെ പവർ ഒരു ഫ്രാക്ഷൻ ആവുക, അല്ലെങ്കിൽ റൂട്ടിന്റെ ഉള്ളിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ വരുന്ന ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒന്നും ഒരു പോളിനോമിയൽ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഓപ്പറേഷൻസ് ബിലോ ആസ് ആൻ ഓൾജിബ്രിക് എക്സ്പ്രഷൻ, find out which are polynomials and explain why. First question, sum of a number and its reciprocal. അതായത് രണ്ട് നമ്പേഴ്സിന്റെ സം പറഞ്ഞിട്ടുണ്ട്. ആ സം എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. ഒരു നമ്പറിന്റെയും അതിന്റെ റെസിപ്രോക്കലിന്റെയും കൂടിയുള്ള സമ്മ് എങ്ങനെയാണ് ഒരു പോളിനോമിയൽ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സമ്മ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലസ് ആണ് എന്നറിയാം, നമ്പറിനെ എക്സ് ആക്കി എടുക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x ആയിരിക്കും. ശരിയല്ലേ? ഒരു നമ്പറിനെ എക്സ് ആക്കി എടുത്തു, അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/x ആണ്. ഈ രണ്ടെണ്ണത്തിന്റെയും കൂടിയുള്ള സം ആണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, 1/x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് 1/x എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. ഒരു നമ്പറിന്റെയും അതിന്റെ സ്ക്വയർ റൂട്ടിന്റെയും കൂടിയുള്ള സം ആണ് നോക്കേണ്ടത്. നമ്പറിനെ എക്സ് ആക്കി എടുക്കാം, ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ദാറ്റ് മീൻസ് റൂട്ട് എക്സ്, ഈ രണ്ട് നമ്പറുകളുടെയും കൂടിയുള്ള സമ്മ് നോക്കാം. എക്സ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്, റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല. നമുക്കറിയാം റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം, ഇതൊരു പോളിനോമിയൽ അല്ല. അതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് ഓഫ് ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. അതായത് ഒരു നമ്പറിന്റെയും ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെയും കൂടിയുള്ള സം എടുക്കാം, അതേപോലെ തന്നെ ആ നമ്പറിന്റെയും അതിന്റെ സ്ക്വയർ റൂട്ടിന് കൂടിയുള്ള ഡിഫറൻസ് എടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി പ്രൊഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു നമ്പറിനെ എക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം, ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിനെ റൂട്ട് എക്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഈ രണ്ട് നമ്പറിന്റെയും കൂടിയുള്ള സമ്മ് കാണാം, അതേപോലെ തന്നെ ഈ നമ്പറുകളുടെ ഡിഫറൻസും കാണാം. എക്സും റൂട്ട് എക്സും സമ്മ് കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ എക്സും റൂട്ട് എക്സും ഡിഫറൻസും കണ്ടുപിടിച്ചു. ദെൻ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടിയുള്ള പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ, ദെൻ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് റൂട്ട് എക്സ്. സിമ്പിൾ നോക്കാം, എക്സിന്റെ സിമ്പിൾ പോസിറ്റീവും റൂട്ട് എക്സിന്റെ സിമ്പിൾ നെഗറ്റീവുമാണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ദാറ്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ദെൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ദാറ്റ് ഈസ് എക്സ്. റൂട്ട് എക്സിന്റെ സിമ്പിൾ പ്ലസും റൂട്ട് എക്സിന്റെ സിമ്പിൾ മൈനസും ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ റൂട്ട് എക്സ് ഇൻറ്റു എക്സ് that is x root x. സിമ്പിൾ നോക്കാം, റൂട്ട് എക്സിന്റെ സിമ്പിൾ പ്ലസും എക്സിന്റെ സിമ്പിൾ പ്ലസ് ആണ്. പ്ലസ് ഇൻറ്റു പ്ലസ് ദാറ്റ് മീൻസ് പ്ലസ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം, ഒരു നമ്പർ എടുക്കാൻ പറഞ്ഞു എക്സ് എന്നെടുത്തു, ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറഞ്ഞു റൂട്ട് എക്സ് എന്നെടുത്തു.
ആ രണ്ട് നമ്പറുകളുടെയും കൂടിയുള്ള സം കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് എഴുതി. ആ നമ്പറുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കണം, എക്സ് മൈനസ് റൂട്ട് എക്സ് എഴുതി. ഈ രണ്ട് നമ്പറുകളുടെയും കൂടിയുള്ള പ്രൊഡക്റ്റ് കാണണം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ്. പ്രൊഡക്റ്റ് കാണാനായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു എക്സ് സ്ക്വയർ എന്നെഴുതി. ദെൻ എക്സിന്റെ സിമ്പിൾ പ്ലസും എക്സിന്റെ സിമ്പിൾ പ്ലസും ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് തന്നെയാണ്. ദെൻ എക്സ് കൊണ്ട് റൂട്ട് എക്സിന് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, ദാറ്റ് മീൻസ് എക്സ് റൂട്ട് എക്സ്. എക്സിന്റെ സിമ്പിൾ പ്ലസും റൂട്ട് എക്സിന്റെ സിമ്പിൾ മൈനസും ആണ്. ഓപ്പോസിറ്റ് സിമ്പിൾസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സോ മൈനസ് എക്സ് റൂട്ട് എക്സ്. ദെൻ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, ദാറ്റ് മീൻസ് എക്സ് റൂട്ട് എക്സ് എഴുതി. എക്സിന്റെ സിമ്പിൾ പ്ലസും റൂട്ട് എക്സിന്റെ സിമ്പിൾ പ്ലസും ആണ്. പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് എക്സ് റൂട്ട് എക്സ് എന്നാണ്. ദെൻ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് ആണ്, എക്സ് എന്ന് എഴുതി. മൈനസും പ്ലസും, പ്ലസ് ഇൻറ്റു മൈനസ്, ദാറ്റ് ഈസ് മൈനസ്. ഓക്കെ. ദെൻ ഇവിടെ വരുന്നത് എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് എക്സ് ഉണ്ട്. പിന്നെ കിട്ടുന്നത് എന്താ? മൈനസ് എക്സ് റൂട്ട് എക്സും പ്ലസ് എക്സ് റൂട്ട് എക്സും. എക്സ് റൂട്ട് എക്സും എക്സ് റൂട്ട് എക്സും സെയിം നമ്പർ ആണ്. മൈനസ് വാല്യൂവും പ്ലസ് വാല്യൂവും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്ന പോളിനോമിയൽ. ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. എക്സിന്റെ പവർ 1ഉം എക്സിന്റെ കോഷ്യന്റ് -1 ആണ്. എക്സിന്റെ പവർ 2 ആണ്, എക്സിന്റെ കോഷ്യന്റ് 1 ആണ്. ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. അടുത്തതായി പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 5 എന്നുള്ള ഒരു പോളിനോമിയൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1 ആണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x + 5 വരുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സിന്റെ പവർ 1ഉം എക്സിന്റെ കോഷ്യന്റ് 3ഉം ആണ്. ഡിഗ്രി 1 ആയതുകൊണ്ട് തന്നെ ഇതൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് എന്ന് പറയാം. ഇവിടെ എക്സിന്റെ വാല്യൂസ് 0ഉം 1ഉം -1ഉം ആകുമ്പോൾ എന്താണ് പോളിനോമിയലിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനായിട്ട് ആദ്യം എക്സിന് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 × 3, that is 0. 0 + 5, that is 5. Then എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ 1 × 3, that is 3. 3 + 5, 8. ഓക്കെ, ഇനി അടുത്തതായി പി ഓഫ് -1 ആണ്. എക്സിന് പകരം -1 കൊടുക്കാം. -1 × 3, that is -3 + 5. -1 × 3, -3 + 5. 5 - 3, 5ൽ നിന്ന് 3 പോകുന്നു എന്നാണ് അർത്ഥം. -3 + 5 ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. ചെയ്യേണ്ടത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ ഇട്ടാൽ മതി. സോ 5 - 3, that is 2. വലുത് എന്ന് പറയുന്നത് 5 ആണ്. 5ന്റെ സിമ്പിൾ പ്ലസ് ആണ്. സോ +2. അതായത് നമുക്ക് കിട്ടിയ വാല്യൂസ് പി ഓഫ് 0 is equal to 5, പി ഓഫ് 1 is equal to 8, പി ഓഫ് -1 is equal to 2. അടുത്ത പോളിനോമിയൽ ഇതാണ്. പി ഓഫ് എക്സ് is equal to 5x³ - x² + 2x - 3. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1. എക്സിന് 0ഉം 1ഉം -1ഉം വാല്യൂസ് വരുന്ന സമയത്ത് ഈ പോളിനോമിയലിന്റെ വിലകളാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വരുന്ന വേരിയബിൾ എക്സ് ആണ്. ഏറ്റവും വലിയ ഡിഗ്രി എന്ന് പറയുന്നത് എക്സിന്റെ 3 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പറയാം. ഇവിടെ എക്സിന് പകരമായിട്ട് ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0 × 5, 0³ ആണ് ആദ്യം വരുന്നത്. x³ 0³ 0 × 5, that is 0 - 0², that is 0. 2 × 0, 0. അതായത് ആദ്യത്തെ 3 ടേമുകളെല്ലാം 0 ആയിട്ട് പോയി. ബാക്കി വരുന്നത് -3 ആണ്. 0 - 3, that is -3. അടുത്തതായി പി ഓഫ് 1 ആണ്. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then 1³ that is 1. 1 × 5, that is 5. Minus x² that is 1² 1 plus 2 × 1 that is 2 minus 3. ഇവിടെ 5ഉം 2ഉം പോസിറ്റീവ് വാല്യൂസ് ആണ്. 5 + 2 that is 7. 1ഉം 3ഉം നെഗറ്റീവ് വാല്യൂസ് ആണ്. 3 + 1 4.
7 minus 4 that is 3. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ 5 minus 1 4, 4 plus 2 6, 6 minus 3 3. Okay. Then P of minus 1 നോക്കാം. എക്സിന് പകരമായിട്ട് -1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. -1 മാത്രം എഴുതുമ്പോൾ അതിന്റെ വാല്യൂ -1 ആണ്. -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 into -1 ആണ്. ദാറ്റ് മീൻസ് 1 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ദെൻ -1 ഹോൾ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 into -1 into -1. സോ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ -1 ആയിരിക്കും. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ എക്സ് ക്യൂബ് ദാറ്റ് മീൻസ് എക്സിന് പകരം -1 കൊടുക്കുമ്പോൾ -1 ഹോൾ ക്യൂബ് ദാറ്റ് ഈസ് -1 ആണ്. -1 into 5 ദാറ്റ് ഈസ് -5. ദെൻ -1 the whole square. X square means -1 the whole square that is 1. So minus symbol ഉണ്ട്. X square ന് പകരമായിട്ട് 1 കൊടുക്കാം. Then 2 into -1 that is -2. ഇവിടെ സിമ്പിൾ പ്ലസ് ഉണ്ട്. 2 into -1 that is -2. Then -3. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് -5 ഉണ്ട്, -1 ഉണ്ട്. ദെൻ പ്ലസും -2ഉം കൂടി നമുക്ക് കിട്ടുന്നത് മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. സോ പ്ലസും മൈനസും കൂടി ചേർന്ന് നമുക്ക് എഴുതാം മൈനസ് എന്നുള്ളത്. ദെൻ -5, -1, -2, -3 എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്. നമുക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് ആ നെഗറ്റീവ് സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. ദെൻ 5 + 1 6, 6 + 2 8, 8 + 3 11. മൈനസ് ആൻസർ ആയതുകൊണ്ട് നമുക്ക് എഴുതാം -11. ഒരേ സിമ്പിൾസിനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ആ സിമ്പിൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ +1ഉം +2ഉം ഒരേ സിമ്പിൾസ് ആണ്. ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1ഉം 2ഉം കൂടി ആഡ് ചെയ്ത് 3 കിട്ടുന്നു. പ്ലസ് ആണ് രണ്ടും ആഡ് ചെയ്ത്, സോ +3 എന്നിട്ട് കൊടുക്കാം. ദെൻ -1ഉം -2ഉം തമ്മിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ 1ഉം 2ഉം ആഡ് ചെയ്യുക, 3 എന്ന് കിട്ടും. മൈനസ് ആണ് അവിടെ വരുന്ന സിമ്പിൾ, സോ -3 എന്നിട്ട് കൊടുത്താൽ മതി. ദെൻ ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ് എങ്കിൽ 1ഉം 2ഉം ദാറ്റ് മീൻസ് 1ഉം -1ഉം 2 + 2 ഓപ്പോസിറ്റ് സിമ്പിൾസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പോസിറ്റ് സിമ്പിൾസ് വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ ഇടുക എന്നുള്ളത്. ഇപ്പോൾ 2 - 1 ചെയ്യുന്നു, 1 ആണ് ആൻസർ. 2 ആണ് അവിടെ വരുന്ന പോസിറ്റീവ് വാല്യൂ എങ്കിൽ നമുക്ക് +1 എഴുതാം. -2 ആണ് എങ്കിൽ -1 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ. സോ P of 0 -3 ആണ് എന്നും P of 1 3 ആണെന്നും P of -1 -11 ആണ് എന്നും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് പോളിനോമിയൽസ് P of x satisfying conditions. First degree polynomial with P of 1 is equal to 1 and P of 2 is equal to 3. അതായത് P of 1 is equal to 1ഉം P of 2 equal to 3ഉം ആക്കി എടുത്തുകൊണ്ടുള്ള ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. നമുക്കറിയാം ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് P of x is equal to ax plus b a not equal to 0 ആണെന്നുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് P of 1 is equal to 1 എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് എക്സിന് പകരമായി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P of 1 എന്ന് പറയുന്നത് 1നോട് ഈക്വൽ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. എക്സിന് പകരം 1 കൊടുക്കാം. 1 into a that is a ആണ് plus b. a plus b ആണ് P of 1 that is equal to 1. ഓക്കെ. ഇനി അടുത്തതായി പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. P of 2 equal to 3. P of 2 equal to 3. അതായത് എക്സിന് പകരമായി 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3യുമായി ഈക്വൽ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. എക്സിന് പകരം 2 കൊടുക്കുമ്പോൾ 2 into a that is 2a plus b equal to 3. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. a plus b is equal to 1 എന്നും 2a plus b is equal to 3 എന്നും. ഈ രണ്ട് ഇക്വേഷൻസിനെയും സോൾവ് ചെയ്താൽ നമുക്ക് എയും ബിയും വാല്യൂസ് കിട്ടും. നമുക്ക് നോക്കാം. a plus b is equal to 1, 2a plus b is equal to 3. മൈനസ് ചെയ്യാം. 1 minus 3 that is -2. b minus b 0. a minus 2a that is minus a. Minus a is equal to -2 that is a is equal to 2 എന്ന് കിട്ടി. ഇവിടെ
ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ആണ് ചെയ്തത്. അതിന് പകരം ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1 ആണ് ചെയ്യുന്നതെങ്കിൽ 2a plus b is equal to 3 minus a plus b is equal to 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് a equal to 2 എന്നുള്ള വാല്യൂയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് a equal to 2 ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുമ്പോൾ നമുക്ക് b യുടെ വാല്യൂ കിട്ടും. a plus b is equal to 1, a is equal to 2 ആണ് എങ്കിൽ b equal to 1 minus a, that is 1 minus 2. So b equal to minus 1. Okay, a plus b is equal to 1 ആണ്. a ക്ക് 2 ഉം b ക്ക് -1 കൊടുക്കുമ്പോൾ 2 minus 1 1 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കിട്ടിയ വാല്യൂസ് a is equal to 2, b equal to -1 ആണ്. ഇത് പോളിനോമിയൽ p of x is equal to ax plus b യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p of x is equal to a എന്ന് പറയുന്നത് 2 ആണ്. സോ 2 into x 2x plus b that is plus -1 that is -1. ഇപ്പോൾ കിട്ടിയ പോളിനോമിയൽ എന്ന് പറയുന്നത് p of x is equal to 2x minus 1. അതായത് general form of first degree polynomial p of x is equal to ax plus b, a not equal to 0, a b are constants. ഇതിൽ രണ്ട് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. p of 1 is equal to 1, p of 2 is equal to 3. ഇത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻസ് ഇതാണ്. a plus b is equal to 1 ഉം 2a plus b is equal to 3 ഉം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ 2 ആണെന്നും ബിയുടെ വാല്യൂ -1 ആണെന്നും കിട്ടി. ഇത് പോളിനോമിയൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ പോളിനോമിയൽ p of x is equal to 2x minus 1. ഇതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി ഒക്കെ പോളിനോമിയൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയില്ലേ? താങ്ക് യു.